അല്ല തുമ്മി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ചോദിച്ചതിന് മറുപടി പറയാൻ. തുമ്മി മറന്നുപോയി അവനെ. കോസ്റ്റ്യൂം കടയിലെ ചേട്ടനാ? ഹലോ. ആ മോളെ ഇന്ന് തന്നെ ഡ്രസ് എത്തിക്കൂലേ? സമയം വൈകിയാ 2 ദിവസം വാടകറിന്റെ ഒരു ട്ടാ. അത് പിന്നെ ചേട്ടാ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡ്രസ് വല്ലതും കയറിയാ? ഇല്ല ചേട്ടാ, കീറിയിട്ടൊന്നുമില്ല. പിന്നെ ഡാൻസ് നടന്നില്ല. ആ അത് സാരില്ല മോളെ. ആ ചേട്ടാ, അതൊന്നും നമ്മളെ വിചാരിക്കണവരെ നടക്കണമെന്നില്ലല്ലോ. നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. പക്ഷെ വാടകറിന്റെ ഒരു ട്ടോ. സ്നേഹം വേറെ, ബിസിനസ് വേറെ. അല്ല ചേട്ടാ, എന്തെങ്കിലും എനിക്ക് ഡ്രസ്സും വേണം, ഫുൾ വാടകയും വേണം. ഒരു മണിക്കൂർ എന്റെ അടുത്ത് നടക്കൂല. എന്നാ പിന്നെ തന്റെ ഡ്രസ്സും തരുന്നില്ല, വാടകയും തരുന്നില്ല. താൻ പോയി കേസ് കൊടുക്കണം. എന്തടി അയാള് വന്ന അലമ്പ. അയാള് വല്ല കേസും കൊടുക്കോ? പിന്നെ ഏതായാലും ഡാൻസോ കളിച്ചില്ല. കോസ്റ്റ്യൂം തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എങ്കിലും എടുത്താലോ? റെഡിയല്ലേ? എല്ലാരും ചെറുകെ വിരിച്ചോ. എന്താടാ? നിന്റെ ശത്രുവിനെ പൂട്ടാൻ പറ്റിയ ഒരു ഉഗ്രം വീഡിയോ എന്റെ കയ്യിലുണ്ട്. നീ ആ വാട്സാപ്പിലെ ബ്ലോക്ക് ഒന്ന് മാറ്റി. നീ അത് സെൻഡ് ചെയ്തേ. ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്റെ എന്നാ ചെയ്യാനാ? ചെറുപാടങ്ങട് കഷ്ടം. ഇങ്ങോട്ട് കേറി നിക്കടാ. സാറേ ഉമ്മാര് 4 പേരും സാറിന്റെ ക്ലാസ്സിലാണ് ട്ടാ. ആണോ? ഞാൻ ഉണ്ടായില്ലെന്ന് പറയണം. എന്താണ് അവിടെ നിന്ന് കുശൂഷിക്കണ? അല്ല എപ്പോഴാണ് നിങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്? ആർട്സ് ഡേയുടെ തലേന്ന്. അപ്പൊ ഞാൻ അവിടെ ആയിരുന്നടാ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും സാർ ലീവ് ആയിരിക്കുമല്ലോ. ഓ 12 നേർച്ചയ്ക്ക് പോയായിരുന്നു. സ്നേഹ ടീച്ചറിന്റെ വീഡിയോ കാണിക്കേ. അപ്പൊ നീ ആയിരുന്നല്ലോ ഇതിന്റെയൊക്കെ പിന്നില്. ടീച്ചറെ നീ മിണ്ടരുത്. കൊള്ളും കഞ്ചാവട്ടെ ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളൂ കൊച്ചിന്ന്. ഇവിടുത്തെ പിള്ളേരെ കൂടെ ചീത്തയാക്കാൻ വേണ്ടിട്ട്. നീ ഇവർക്ക് പാർട്ടി നടത്തിയതാണോ അല്ലെങ്കിൽ എല്ലാരും കൂടി പിരിവിട്ട് മേടിച്ചതാണോ? ഓഹോ, അപ്പൊ ഇതൊക്കെ മേടിക്കാൻ വേണ്ടിട്ടാണോ നിന്റെ അമ്മ നിന്റെ ഈ കാശ് എന്ന് വിട്ടത്? കൊള്ളാലോടാ. നിങ്ങളത് അറിഞ്ഞ ദിവസം തന്നെ വന്ന് പറയാതിരുന്നത് എന്താ? അത് മിസ്. അത് ടീച്ചറെ, അച്ഛൻ ആർട്സ് ഡേ ക്യാൻസൽ ചെയ്താലോ എന്ന് പേടിച്ചാ. അതെ മിസ്. ഒരു ആർട്സ് ഡേ. അച്ഛൻ ആ എവിടെ സാധനം എവിടെ? ദാ ഫാദർ. ഓ ആരാ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്? ഞാനാച്ചോ 8 മെഗാപിക്സലാ. സ്കൂളില് മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് നിനക്കറിഞ്ഞൂടെ? അതച്ചോ ആർട്സ് ഡേക്ക് പാട്ടിടാൻ വേണ്ടി കൊണ്ടുവന്നേ. ആ, അണ്ടം കാക്ക കൊണ്ടക്കാരി. ഒരു കാര്യം ചെയ്യ്, ഓ അച്ചോ 1000 രൂപ ഫൈൻ അടച്ചിട്ട് ഓഫീസിൽ ഒന്ന് ഇത് മേടിച്ചോ. അച്ചോ. ജോയ്, അച്ഛോ ഈ തൊണ്ടി മുതലെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് ഈ തെമ്മാടികളെയും കൂട്ടിക്കൊണ്ട് എന്റെ ഓഫീസിലേക്ക് വാ. ശരി. ജോയ് ബുക്കും